വർഷം 1998. പുതിയ ബ്രോഡ്ഗേജ് റെയിൽവേ ലൈൻ വന്നതോടെ ചെമ്പങ്കാട് ഗ്രാമത്തിലെ ആ പാളങ്ങൾ ആത്മഹത്യകളുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു. അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. സന്ധ്യമയങ്ങിയ സമയത്താണ് ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ആ ഫോൺ കോൾ വന്നത്. ട്രാക്കിൽ വീണ്ടും ഒരു മരണം നടന്നിരിക്കുന്നു. SIയോടൊപ്പം കോൺസ്റ്റബിൾ സുനിൽ ജീപ്പിൽ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. 5 വർഷത്തെ സർവീസുള്ള സുനിലിന് ഇത്തരം കാഴ്ചകൾ പുതുമയല്ലായിരുന്നെങ്കിലും ട്രാക്കിലെ ആ കാഴ്ച അയാളെയും ഒന്ന് ഭയപ്പെടുത്തി. ഒരു വെളുത്ത ഷർട്ടിൽ ഉടൽ പാളത്തിന് നടുവിലായി കിടക്കുന്നു. മീറ്ററുകൾക്കപ്പുറം കരിങ്കൽ ചീളുകൾക്കിടയിൽ വെട്ടിമാറ്റപ്പെട്ട നിലയിൽ അയാളുടെ തല. കണ്ണുകൾ തുറച്ചു നിൽക്കുന്നു. ചോരയിൽ കുളിച്ചൊരു മുഖം. ഇരുട്ട് വീണു തുടങ്ങിയതിനാലും കനത്ത മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാലും ഇൻക്വസ്റ്റ് നടപടികൾ രാവിലെ ആക്കാമെന്ന് SI തീരുമാനിച്ചു. മൃതദേഹത്തിന് കാവൽ നിൽക്കാൻ സുനിലിനെ ചുമതലപ്പെടുത്തി. ജീപ്പ് മടങ്ങി. രാത്രി 11 മണി. ചുറ്റും കനത്ത കൂരിരുട്ട്. ഒരു വശത്ത് വിശാലമായ റബ്ബർ തോട്ടവും മറുവശത്ത് കാടുപിടിച്ചു കിടക്കുന്ന പറമ്പുമാണ്. കയ്യിലുള്ള മങ്ങിയ വെളിച്ചമുള്ള ഒരു ബാറ്ററി ടോർച്ചും ഒരു ലാത്തിയും മാത്രമാണ് സുനിലിന് കൂട്ട്. തണുപ്പരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോൾ അയാൾ ഒരു ബീഡിക്ക് തീ കൊളുത്തി. ട്രാക്കിൽ നിന്നും അല്പം മാറി ഒരു വലിയ റബ്ബർ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്നു. മൃതദേഹം ഒരു പഴയ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടിയിട്ടിരിക്കുകയായിരുന്നു. ഉടലിനടുത്ത് തന്നെ ആ തലയും അവർ ചേർത്ത് വെച്ചിരുന്നു. ചീവീടുകളുടെ കരച്ചിലല്ലാതെ മറ്റൊരു ശബ്ദവും അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ട്രാക്കിലെ കരിങ്കൽ ചീളുകളിൽ ആരോ ചവിട്ടി നടക്കുന്ന ശബ്ദം കേട്ടു. വലിയ കുറുക്കനോ തെരുവുനായയോ മൃതദേഹം ലക്ഷ്യമാക്കി വരുന്നതാകാമെന്ന് കരുതി സുനിൽ ടോർച്ച് ഓൺ ചെയ്തു. വെളിച്ചം ട്രാക്കിലേക്ക് വീണതും ശബ്ദം നിന്നു. അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അയാൾ ടോർച്ച് ഓഫാക്കി വീണ്ടും മരച്ചുവട്ടിലിരുന്നു. ഏകദേശം അർദ്ധരാത്രിയായി കാണും. വീണ്ടും ആ ശബ്ദം. ഇത്തവണ അത് കൂടുതൽ വ്യക്തമായിരുന്നു. ആരോ ഭാരമുള്ള കാലുകൾ വെച്ച് നടക്കുകയാണ്. സുനിൽ എഴുന്നേറ്റ് ടോർച്ച് അടിച്ചു നോക്കി. ആ കാഴ്ച കണ്ട് അയാളുടെ ശ്വാസം നിലച്ചുപോയി. കാറ്റടിച്ചിട്ടാകാം മൃതദേഹം മൂടിയ ആ പ്ലാസ്റ്റിക് ഷീറ്റ് പകുതി മാറിയിരിക്കുന്നു. എന്നാൽ അയാളെ ഭയപ്പെടുത്തിയത് അതല്ല. ഉടലിനടുത്ത് വെച്ചിരുന്ന ആ തല അവിടെ കാണുന്നില്ല. നായ്ക്കൾ എടുത്തുകൊണ്ട് പോയോ എന്ന് ഭയത്തിൽ സുനിൽ ലാത്തിയും പിടിച്ച് ട്രാക്കിലേക്ക് നടന്നു. ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അയാൾ ചുറ്റും തിരിഞ്ഞു. അപ്പോഴാണ് ട്രാക്കിലൂടെ വീണ്ടും ആ കാലൊച്ച കേട്ടത്. ഇത്തവണ അത് വളരെ അടുത്തായിരുന്നു. ട്രാക്കിലൂടെ നടന്ന് അത് തന്നിലേക്ക് അടുക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. സുനിൽ വിറയ്ക്കുന്ന കൈകളോടെ ടോർച്ച് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിച്ചു. മങ്ങിയ ആ വെളിച്ചത്തിൽ അയാൾ കണ്ട കാഴ്ച അയാളുടെ സിരകളിലെ ചോര മരവിച്ചുപോയി. ആ വെളുത്ത ഷർട്ടിട്ട ഉടൽ, തലയില്ലാത്ത ആ ശരീരം, അത് ട്രാക്കിലൂടെ നടന്നു പോവുകയാണ്. മുട്ടിന് താഴെ വെച്ച് മുറിഞ്ഞുപോയ കാലുകൾ വലിച്ചു വെച്ച് സ്വന്തം തല അന്വേഷിച്ചുള്ള ഒരു പൈശാചികമായ നടത്തം. അത് പതുക്കെ ഇരുട്ടിലേക്ക് നടന്നു മറഞ്ഞു. സുനിലിന് അനങ്ങാൻ കഴിഞ്ഞില്ല. തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നില്ല. നെഞ്ചിടിപ്പ് കാതുകളിൽ മുഴങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ എങ്ങനെയോ പുറകോട്ട് വെച്ച് നടന്നു. ആ റബ്ബർ മരത്തിന്റെ തായ്തടിയിൽ ചാരി നിന്നു. ഇത്രയും നല്ലൊരു കഥ പറഞ്ഞിട്ടും നിങ്ങൾ എന്താ എന്നെ ഫോളോ ചെയ്യാത്തത്? പെട്ടെന്ന് അയാളുടെ യൂണിഫോമിലെ തോളിലേക്ക് ഇളം ചൂടുള്ള എന്തോ ഒന്നിറ്റിട്ട് വീണു. സുനിൽ പതുക്കെ കൈകൊണ്ട് അത് തൊട്ടു നോക്കി. കയ്യിലാകെ കൊഴുത്ത രക്തം. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ ടോർച്ച് മുകളിലേക്ക് അടിച്ചു. മരക്കൊമ്പിൽ ആ തല ഇരിപ്പുണ്ടായിരുന്നു. വെട്ടിമാറ്റപ്പെട്ട കഴുത്തിൽ നിന്നും കറുത്ത ചോര താഴേക്കിറ്റു വീഴുന്നുണ്ട്. തുറച്ചു നിൽക്കുന്ന ആ കണ്ണുകൾ സുനിലിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ആ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. താഴെ ഭയന്നു വിറച്ചു നിൽക്കുന്ന പോലീസുകാരനെ നോക്കി ചോര പുരണ്ട പല്ലുകൾ കാട്ടി ആ തല പൈശാചികമായി ഒന്ന് ചിരിച്ചു. മരവിപ്പിക്കുന്ന ആ അട്ടഹാസം ആ ഇരുട്ടിൽ മുഴങ്ങി. പിറ്റേന്ന് രാവിലെ പോലീസുകാർ വരുമ്പോൾ ട്രാക്കിനരികിൽ വായിൽ നിന്ന് നുരയും പതയും വന്ന് ബോധം കെട്ട് കിടക്കുന്ന സുനിലിനെയാണ് കണ്ടത്. എന്നാൽ ആ മൃതദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. സുനിലിന് പിന്നീട് ഒരിക്കലും സമനില വീണ്ടു കിട്ടിയില്ല. ഇന്നും ചെമ്പക്കാട് ട്രാക്കിലൂടെ അർദ്ധരാത്രികളിൽ ആ തലയില്ലാത്ത ശരീരം നടന്നു പോകാറുണ്ടത്രേ. മരക്കൊമ്പിൽ നിന്ന് ചോര ഇറ്റുവീഴുന്ന ആ ചിരിയും കേൾക്കാം. കൂട്ടുകാരെ, നെഞ്ചെടുപ്പ് കൂട്ടുന്ന കിടിലൻ ആനിമേറ്റഡ് ഹൊറർ സ്റ്റോറീസ് ആണ് ഞങ്ങൾ ഓരോ ആഴ്ചയും നിങ്ങൾക്കായി എത്തിക്കുന്നത്. ഇതിനു പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡെവിൾ ഇൻസൈഡ് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കണും പ്രസ് ചെയ്യാൻ മറക്കല്ലേ.